IC 8038 വെച്ചുള്ള ഫംഗ്ഷൻ ജനറേറ്ററാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർസെല്ലിൻ്റെ IC ആണ് IC 8038 എന്ന് പറയുന്നത്. ഈ 8038 ഒരു ഫംഗ്ഷൻ ജനറേറ്റർ IC ആണ്. 8038 ബേസിക്കലി ഒരു ഫംഗ്ഷൻ ജനറേറ്റർ IC ആണ്. ഈ ഫംഗ്ഷൻ ജനറേറ്റർ ICയുടെ ബ്ലോക്ക് ഡയഗ്രാം, സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിനകത്തൊരു കപ്പാസിറ്റർ C ഉണ്ട്. ഈ കപ്പാസിറ്റർ സിയുടെ ചാർജിങ്ങിനെയും ഡിസ്ചാർജിങ്ങിനെയും ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഈ 8038ൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം, രണ്ട് കറണ്ട് സോഴ്സ് ഉണ്ട്, IA-യും IB-യും. IA-യും IB-യും ആണ് കപ്പാസിറ്റർ സിയുടെ ചാർജിങ് ഡിസ്ചാർജിങ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് സ്വിച്ച് പൊസിഷൻ എയിലാണെന്ന്. സ്വിച്ച് പൊസിഷൻ എയിലാണെങ്കിൽ എന്ത് പറ്റും? സ്വിച്ച് പൊസിഷൻ എയിലാണെങ്കിൽ കപ്പാസിറ്റർ സി ചാർജ് ചെയ്യും. കപ്പാസിറ്റർ സിയുടെ ചാർജിങ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്റർ സിയുടെ ചാർജിങ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് IA എന്ന് പറയുന്ന കറണ്ട് സോഴ്സ് ആയിരിക്കും. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് V അപ്പർ ത്രഷോൾഡ് ആവുമ്പം, അതായത് കമ്പാരേറ്ററിനകത്തെ കമ്പയർ ചെയ്യേണ്ട വോൾട്ടേജാണ് V അപ്പർ ത്രഷോൾഡ് എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് V അപ്പർ ത്രഷോൾഡ് ആവുമ്പം കമ്പാരേറ്റർ 1 ട്രിഗർ ആവും. കമ്പാരേറ്റർ 1 ട്രിഗർ ആവും. കമ്പാരേറ്റർ 1 ട്രിഗർ ആയാൽ എന്നാ പറ്റും? അത് നേരെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റീസെറ്റിലേക്കാണ് പോകുന്നത്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകും. അന്നേരം എന്ത് സംഭവിക്കും? സ്വിച്ച് പൊസിഷൻ ബിയിലേക്ക് മാറും. ഇനി സ്വിച്ച് പൊസിഷൻ ബിയിലായിരിക്കുമ്പോൾ ഉള്ള വർക്കിംഗ് നോക്കാം. സ്വിച്ച് പൊസിഷൻ ബിയിലാണെങ്കിൽ എന്നാ പറ്റും? സ്വിച്ച് പൊസിഷൻ ബിയിൽ നിൽക്കുമ്പം കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സ്വിച്ച് പൊസിഷൻ ബിയിലെത്തിയാൽ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജിങ്ങിൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്ന ആരാ? ഡിസ്ചാർജിങ്ങിൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് IB ആണ്. അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് V ലോവർ ത്രഷോൾഡ് എത്തിയാൽ, കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് V ലോവർ ത്രഷോൾഡ് എത്തുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കമ്പാരേറ്റർ 2 ട്രിഗർ ആവും. കമ്പാരേറ്റർ 2 ആണ് ട്രിഗർ ആവുന്നത്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് V ലോവർ ത്രഷോൾഡ് എത്തിയാൽ കമ്പാരേറ്റർ 2 ട്രിഗർ ആവും. കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് കൊടുക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനെ സെറ്റാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റായി കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വിച്ച് വീണ്ടും പൊസിഷൻ എയിലേക്ക് പോകും. അതായത് കമ്പാരേറ്റർ ട്രിഗർ ആവും. കമ്പാരേറ്റർ ട്രിഗർ ആയാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റായാൽ സ്വിച്ച് വീണ്ടും പൊസിഷൻ എയിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ സ്ക്വയർ വേവ് കിട്ടും. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ സ്ക്വയർ വേവ് കിട്ടും. കപ്പാസിറ്ററിന് അക്രോസ് ട്രയാങ്കുലർ വേവും കിട്ടും. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ സ്ക്വയർ വേവ് കിട്ടും, കപ്പാസിറ്ററിന് അക്രോസ് ട്രയാങ്കുലർ വേവ് കിട്ടും. നമ്മൾ ഈ ട്രയാങ്കുലർ വേവിനെ എടുത്ത് ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ കൂടെ കടത്തി വിട്ടാൽ ഏത് കിട്ടും? സൈൻ വേവും കിട്ടും. സോ 3 ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ സ്ക്വയർ വേവ്, കപ്പാസിറ്ററിന് അക്രോസ് ട്രയാങ്കുലർ വേവ് എടുത്ത് വേവ് ഷേപ്പറിൽ കൂടെ കടത്തി വിട്ടാൽ സൈൻ വേവ് കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് പിൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് IC 8038 ആണ്. പിൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അറിയാം, പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 12ഉം പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 12ഉം സൈൻ വേവ് അഡ്ജസ്റ്റ് ആണ്. എന്തിനാണ് ഈ സൈൻ വേവ് അഡ്ജസ്റ്റ്? അതായത് സൈൻ വേവ് ഔട്ട്പുട്ടിലുള്ള ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പിന്നാണ് പിൻ നമ്പർ 1ഉം പിൻ നമ്പർ 12ഉം. പിന്നെ ഉള്ളത് പിൻ നമ്പർ 2 ആണ്. പിൻ നമ്പർ 2 എന്താണ്? അത് ഔട്ട്പുട്ട് പിന്നാണ്. സൈൻ വേവ് ഔട്ട്പുട്ട് കിട്ടുന്നത് പിൻ നമ്പർ 2ലാണ്. പിൻ നമ്പർ 3 ആണല്ലോ. പിൻ നമ്പർ 3 ആണെങ്കിൽ ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ടാണ്. പിൻ നമ്പർ 3 ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ടാണ്. പിൻ നമ്പർ 4ഉം പിൻ നമ്പർ 5ഉം പിൻ നമ്പർ 4ഉം പിൻ നമ്പർ 5ഉം എന്തിനാണ്? ഡ്യൂട്ടി സൈക്കിളും ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിൻ നമ്പർ 4ഉം പിൻ നമ്പർ 5ഉം ഡ്യൂട്ടി സൈക്കിളും ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിൻ നമ്പർ 6 എന്ന് പറയുന്നത് പ്ലസ് VCC ആണ്. പിൻ നമ്പർ 6 എന്താണ്? പ്ലസ് VCC ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 10 വോൾട്ടിനും 30 വോൾട്ടിനും ഇടയ്ക്കായിരിക്കും. VCCയിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ടിനും 30 വോൾട്ടിനും ഇടയ്ക്കാണ്. പിൻ നമ്പർ 6 ആണ് VCC. പിൻ നമ്പർ 7 എന്താണ്? പിൻ നമ്പർ 7 FM ബയാസ് ആണ്. പിൻ നമ്പർ 7 എന്താ? FM ബയാസ് ആണ്. എന്തിനാണ് FM ബയാസ്? IC 8038 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ നമ്പർ 7ഉം പിൻ നമ്പർ 8ഉമാണ് യൂസ് ചെയ്യുന്നത്. പിൻ നമ്പർ 8 FM സ്വീപ്പ് ഔട്ട് ആണ്. അപ്പം 7ഉം 8ഉം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? IC 8038 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അടുത്തത് പിൻ നമ്പർ 9 ആണ്, അത് സ്ക്വയർ വേവ് ഔട്ട്പുട്ടാണ്. പിൻ നമ്പർ 10 എന്താണ്? ടൈമിംഗ് കപ്പാസിറ്റർ ആണ്. പിൻ നമ്പർ 11 എന്താണ്? ഒന്നെങ്കിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ -VEE ആണ് പിൻ നമ്പർ 11 എന്ന് പറയുന്നത്. പിൻ നമ്പർ 13ഉം 14ഉം നോ കണക്ഷൻ ആണ്. 12 നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈൻ വേവ് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇനി പിൻ നമ്പർ 4നും VCCക്കും ഇടയിലെ റെസിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫംഗ്ഷൻ ജനറേറ്റർ സർക്യൂട്ടാണ്. IC 8038 യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ജനറേറ്റർ സർക്യൂട്ടാണ് ഈ സർക്യൂട്ട്. നമ്മൾ VCC ആയിട്ട് കൊടുക്കുന്നത് 10 വോൾട്ടാണ്. അതായത് സർക്യൂട്ടിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് +10 വോൾട്ടാണ്. ഇനി ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈൻ വേവ് എത്ര കിട്ടും? സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.22 VCC ആണ്. 0.22 VCC ആണ് സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.33 VCC ആണ്. ട്രയാങ്കുലർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.33 VCC ആണ്. അതുപോലെ ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് 0.3 / RC ആണ്. അവിടെ ഒരു കണ്ടീഷനുണ്ട്. RA = RB = R ആണെങ്കിൽ നമ്മളിവിടെ കൊടുത്തേക്കുന്ന RA 10K ആണ്, RB 10K ആണ്. അപ്പോൾ RA = നമ്മൾ നേരത്തെ പറഞ്ഞു പിൻ നമ്പർ 4നും പിൻ നമ്പർ 5നും ഇടയ്ക്കാണ് എന്ത് നോക്കേണ്ടത്? ഡ്യൂട്ടി സൈക്കിളും ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പിൻ നമ്പർ 4നും VCCക്കും ഇടയ്ക്കത്തെ റെസിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ പിൻ നമ്പർ 5 എന്താണ്? പിൻ നമ്പർ 5 ആണ് നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ ആൻഡ് ഫ്രീക്വൻസി അഡ്ജസ്റ്റിൻ്റെ 2 പിന്നാണ് 4ഉം 5ഉം. അപ്പോൾ 4നും VCCക്കും ഇടയ്ക്കത്തെ റെസിസ്റ്ററും 5നും VCCക്കും ഇടയ്ക്കത്തെ റെസിസ്റ്ററും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസിയും ഡ്യൂട്ടി സൈക്കിളും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം RA = RB = R, ദാറ്റ് ഈസ് 10K ആകുമ്പം ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.3 / RC ആവും. 0.3 / RC ആണ് ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. താങ്ക്